രാവിലെ 5 മണി മുതൽ ക്ലാസ്സസ് കൊടുത്തു തുടങ്ങും. അതിനകത്ത് നമുക്കറിയാം ഹോം വർക്കേഴ്സ് ഉണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവരുണ്ട്, വെളിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവർക്ക് പറ്റുന്നത് എപ്പോഴാണോ, അവർക്ക് കൺവിൻസ് ആവുന്നത് എപ്പോഴാണോ ആ ഒരു രീതിയിൽ ലൈവ് ഒഴിച്ച് ബാക്കിയെല്ലാം റെക്കോർഡഡ് സെക്ഷൻസ് അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 2-3 ദിവസം 4 ദിവസം പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളയുമല്ല, മറിച്ച് എന്ത് ചെയ്യുക, അത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് റിവിഷനിലൂടെ, വീഡിയോ ക്ലാസ്സിലൂടെ, മെറ്റീരിയൽസിലൂടെ, എക്സാമിലൂടെ, നമ്മുടെ സ്ട്രാറ്റജിയിലൂടെ അവർ പോലും അറിയാതെ തന്നെ അവർ പഠിക്കും. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇത്രയും നാളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഈ പറയുന്ന റാങ്ക് ഹോൾഡേഴ്സ്, ഈ പറയുന്ന ഇപ്പോൾ തന്നെ ഏകദേശം 3500-ലധികം ഉദ്യോഗാർത്ഥികൾ പല ഡിപ്പാർട്ട്മെൻറ്റ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വയനാട് ജില്ലയിലുള്ള മിനി എന്നറിയപ്പെടുന്ന ഉദ്യോഗാർത്ഥി കൊല്ലം ജില്ലാ റവന്യൂ വകുപ്പിൽ അഡ്വൈസായി അപ്പോയിൻമെൻറ്റായി ജോയിൻ ആയിട്ടുണ്ട്. മത്സര പരീക്ഷയിൽ ഒരിക്കലും അങ്ങനൊരു സത്യാവസ്ഥയില്ല. കാരണം അറിയാമല്ലോ, ഒരു മത്സര പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി, അത് KPSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, മറ്റ് എന്തും ആയിക്കോട്ടെ, അപ്പം അത് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അല്ലെങ്കിൽ ചോർത്തിയെടുക്കുക അത് സത്യാവസ്ഥയല്ല. 1,00,000 ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം. 2024 വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൈത്താങ്ങായി ആരംഭിച്ച സൗജന്യ ഓൺലൈൻ ബാച്ച് ഇന്ന് 100-ലധികം ബാച്ചുകളായി കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നു. ഇൻഫ്ലുവൻസർ എന്ന കൂട്ടായ്മയിൽ ടീച്ചിങ് പാഷനാക്കിയ ദമ്പതിമാർ രഞ്ജിത്ത് സാറും അനുഷ മിസ്സും ഇരുവരെയും ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ധാരാളം ഓൺലൈൻ ഓഫ്ലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ നിലവിലുണ്ട്. അപ്പം അതിനിടയിൽ ഇൻഫ്ലുവൻസർ കൂട്ടായ്മ എങ്ങനെയാണ് ഇത്രയും റിസൾട്ട് നേടിയെടുത്തത്? ശരിക്കും ഇതിൻ്റെ ഒരു പ്രൈമറി അസറ്റ് എന്താണ്? നമ്മുടെ കൂട്ടായ്മയിലെ പ്രൈമറി അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. അവർ കൂടാതെ നമ്മുടെ ടീം മെമ്പേഴ്സും നമ്മുടെ പ്രൈമറി അസറ്റുകളാണ്. ഉദ്യോഗാർത്ഥികൾ തന്നെ ഏറ്റവും വലിയൊരു ഭാഗം പഠിക്കുക, അവർക്ക് റിസൾട്ട് കിട്ടണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടി വരുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. അപ്പോൾ അവർ വലിയൊരു ഭാഗമുണ്ട്. ഒപ്പം തന്നെ അവർക്ക് എപ്പോഴും അവൈലബിൾ ആകുന്ന നമ്മുടെ ടീം വർക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 30-ലധികം അധ്യാപകരും PPT എക്സ്പേർട്ടും മെൻറ്റേഴ്സും ഉള്ള ഒരു ടീമാണ് നമ്മുടെ. ഈ ഒരു ഇൻഫ്ലുവൻസർ കൂട്ടായ്മ തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? നിങ്ങൾ ആരിൽ നിന്നായിരുന്നു ഒരു തുടക്കം? അല്ല, ഞങ്ങളിൽ നിന്നല്ല. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന്, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഒരാൾ ജോലിയിൽ കയറുന്നു, അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് വരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അംഗം ജോലിയിൽ കയറുന്നു, അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് കിട്ടുന്നു. ആ ഒരു സ്പാർക്കിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇത്രയും റിസൾട്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ പരിശീലന രീതി എങ്ങനെയാണ്? നമുക്കൊരു ടാർജറ്റ് ഉണ്ട്. നമ്മളൊരു ടാർജറ്റ് കുട്ടികൾക്ക് കൊടുക്കും. ആ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് നമ്മുടെ ക്ലാസ്സസ് ഓൺ ആവും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് 5 മണിക്കാണ്. രാവിലെ 5 മണി മുതൽ ക്ലാസ്സസ് കൊടുത്തു തുടങ്ങും. അതിനകത്ത് നമുക്കറിയാം ഹോം വർക്കേഴ്സ് ഉണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവരുണ്ട്, വെളിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവർക്ക് പറ്റുന്നത് എപ്പോഴാണോ, അവർക്ക് കൺവിൻസ് ആവുന്നത് എപ്പോഴാണോ ആ ഒരു രീതിയിൽ ലൈവ് ഒഴിച്ച് ബാക്കിയെല്ലാം റെക്കോർഡഡ് സെക്ഷൻസ് അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം കൂടുതൽ PDF നോട്ട്സ്, ക്ലാസ് കണ്ടൻറ്റ് ഇതെല്ലാം കൊടുക്കും. ശേഷം എല്ലാ ദിവസവും MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വർക്കൗട്ട് എക്സാംസ് നമ്മൾ നടത്തും. ആ ഒരു വർക്കൗട്ട് എക്സാംസ് ആണ് അതിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത്. ആ കുട്ടികൾ എന്ത് പഠിച്ചു, ഒരു ദിവസം എന്തെല്ലാം പഠിച്ചു, അവർക്കിനി എന്തെല്ലാം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം പഠിച്ചു, അവർ ഒന്ന് സെൽഫ് അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു മോക്ക് എക്സാം നടത്തും. അതിനുശേഷം ശനി ഞായർ ദിവസങ്ങളിൽ റിവിഷനാണ്. ശനി ഞായർ ദിവസങ്ങളിൽ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ കാണും. എന്തെങ്കിലുമൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഇത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശനി ഞായർ ദിവസങ്ങൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ച കാര്യങ്ങൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ OMR എക്സാം, ഒരു 100 മാർക്കിൻ്റെ OMR എക്സാം നമ്മൾ നടത്തും. ആ OMR എക്സാം OMR ഷീറ്റിൽ തന്നെ അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. നിലവിൽ അപ്പോൾ അവിടെ പറയുമ്പം 5 മണിക്ക് പല ഉദ്യോഗാർത്ഥികളും നമ്മളോട് ഇൻഫോം ചെയ്യുമ്പം ഒരു കമ്മ്യൂണിക്കേറ്റീവ് പറയുന്നതാണ്, സാർ എനിക്ക് 5 മണിക്ക് തന്നെ പഠിക്കാൻ പറ്റത്തില്ല. അവർക്ക് 5 മണിക്ക് പഠിക്കണമെന്നില്ല, അവർ രാവിലെ 8 മണിക്ക് അവർക്ക് പഠിക്കാം. അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇപ്പം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന കുടുംബിനികളാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മറ്റ് ജോലിയിലൊക്കെ ഏർപ്പെടുന്നവരാണ്, പാർട്ട് ടൈം ജോബ് ഉള്ളവരാണെങ്കിൽ അവരുടെ സമയം എപ്പോഴാണോ ആ സമയം ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം, വൈകിട്ടായിരിക്കാം, രാത്രിയായിരിക്കാം.
അപ്പോൾ എപ്പോഴാണോ അവർക്ക് പറ്റുന്നത് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഈ കൊടുക്കുന്ന ഈ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ റെക്കോർഡ് സെഷനും അവർക്ക് കൃത്യമായിട്ട് പഠിച്ച് പോകാം, ലൈവ് ക്ലാസ് ഒഴികെ. അപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് അവരുടെ സമയത്ത് ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡ് സെഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ആവും. അതാണ് നമ്മുടെ തുടക്കം. ആ സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഈച്ച് ആൻഡ് എവരി പോർഷൻ, എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ക്ലാസ് കൊടുക്കും. അതിനുശേഷം ആ വീഡിയോ ക്ലാസ്സിൻ്റെ റീഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കും. ആ മെറ്റീരിയൽസ് അവർ കൃത്യമായിട്ട് പഠിക്കണം, വായിക്കണം. ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ അവർ മെറ്റീരിയൽസ് വായിക്കണം. ദെൻ അതിനുശേഷം റാൻഡമായി പബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെഷൻസ് ഉണ്ട്. നമ്മുടെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും PPT എക്സ്പെർട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. വർക്ക് ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ അവരെ പഠിപ്പിച്ച് രാത്രി അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ഇപ്പോൾ രാത്രി 9 മണിക്ക് ശേഷമാണ് നമ്മൾ ഡെയിലി ടാർഗറ്റ് എക്സാം അപ്ഡേറ്റ് ചെയ്യുന്നത്. ബട്ട് ഡെയിലി ഉള്ള ടാർഗറ്റ് എക്സാം അവർ അറ്റൻഡ് ചെയ്ത് അവരെന്ത് ചെയ്യുക, റെസ്റ്റ് എടുത്തു. അതിനുശേഷം അഗെയിൻ നെക്സ്റ്റ് ഡേ വീണ്ടും തുടങ്ങുക. അപ്പം തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ഈ പ്രൊസീജിയർ 1 by 1 ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ദിവസം, അപ്പോൾ നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോവാം, ഇപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകണമെന്നിരിക്കട്ടെ, അവർ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ പോകണമെന്നില്ല. അപ്പോൾ തിങ്കൾ ജോയിൻ ചെയ്തു, ബുധനാഴ്ച പോകാൻ പറ്റിയില്ല, ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷനോ വീട്ടിൽ ഏതെങ്കിലും റിസപ്ഷനോ മറ്റു കാര്യങ്ങൾക്കോ പോകേണ്ടി വന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ആ ഗ്യാപ്പ് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ദിവസമുണ്ട്, ആ ദിവസത്തെ ക്ലാസ്സും മെറ്റീരിയൽസും അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യും. ആ വീക്കിലെ ശനിയോ ഞായറോ എന്ത് ചെയ്താൽ മതി, അത് തീർത്താൽ മതി, പഠിച്ച് തീർത്താൽ മതി. അപ്പോൾ അവർക്ക് എന്താണ്, ഈ ക്ലാസ് മിസ്സാവത്തില്ല. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവർക്കൊരു ഹോസ്പിറ്റൽ കേസായിപ്പോയി, ഒരു 2-3 ദിവസം 4 ദിവസം പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളയുകയല്ല, മറിച്ച് എന്ത് ചെയ്യുക, അതങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് റിവിഷനിലൂടെ, വീഡിയോ ക്ലാസ്സിലൂടെ, മെറ്റീരിയൽസിലൂടെ, എക്സാമിലൂടെ, നമ്മുടെ സ്ട്രാറ്റജിയിലൂടെ അവർ പോലും അറിയാതെ തന്നെ അവർ പഠിക്കും. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇത്രയും നാളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഈ പറയുന്ന റാങ്ക് ഹോൾഡേഴ്സ്, ഈ പറയുന്ന ഇപ്പോൾ തന്നെ ഏകദേശം 3500-ലധികം ഉദ്യോഗാർത്ഥികൾ പല ഡിപ്പാർട്ട്മെൻറ്റ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വയനാട് ജില്ലയിലുള്ള മിനി എന്നറിയപ്പെടുന്ന ഉദ്യോഗാർത്ഥി കൊല്ലം ജില്ലാ റവന്യൂ വകുപ്പിൽ അഡ്വൈസായി അപ്പോയിൻമെൻറ്റായി ജോയിൻ ആയിട്ടുണ്ട്. അപ്പം അവരെല്ലാം ചെയ്ത ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ, നമ്മൾ കൊടുത്ത ഒരു ടാർഗറ്റ്. ഇപ്പം നമ്മൾ പറയത്തില്ല, ഒരു ടാർഗറ്റ് നീ അച്ചീവ് ചെയ്യണം. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയോട് പറയാം, അപ്പം നമുക്കെല്ലാവരും ഒരു ജോബ് എടുക്കുവാണ്, ഒരു പ്രൈവറ്റ് മേഖലയിലെ ഒരു ജോബ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ ബോസ് നമ്മളോട് പറയും, നീ ഇന്ന ദിവസം ഇന്ന ടാർഗറ്റ് നീ അച്ചീവ് ചെയ്യണം. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാണെങ്കിൽ അവന് അതിൻ്റെ എന്തുണ്ട്, അതിന് ബെനിഫിറ്റ് ഉണ്ട്, അതിൻ്റെ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് എന്തുറപ്പാണ്, സർക്കാർ ജോലി ഉറപ്പാണ്. സാറ് നേരത്തെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിക് മന്ത്ര സെഷനെ പറ്റി. അപ്പം ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു ട്രെൻഡിങ് സെഷനാണ് മാജിക് മന്ത്ര സെഷൻ. അപ്പം അതെങ്ങനെയാണ് അവർക്ക് യൂസ്ഫുൾ ആകുക? നമ്മുടെ ഒരു ടീം പ്രൊഡക്റ്റാണ് മാജിക് മന്ത്ര എന്ന് പറയുന്നത്. മീൻസ് നമ്മളുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ, അതാണ് മാജിക് മന്ത്ര. മാജിക് മന്ത്ര നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ട്, നമ്മുടെ മാത്രം ഒരു പ്രോഡക്റ്റായിട്ട്, മറ്റു പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു പ്രോഡക്റ്റാണ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഫുള്ള് നമ്മൾ സോർട്ട് ചെയ്ത് അതിനകത്ത് പ്രധാനപ്പെട്ട SCERT ഫാക്റ്റുകൾ, NCERT ഫാക്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തും. അതിൻ്റെ പിന്നിൽ ധാരാളം ഒരു എഫേർട്ട് ഉണ്ട്. കാരണം അതിൽ PPT എക്സ്പെർട്ട് ആയിക്കോട്ടെ, റിസർച്ച് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവരുടെ എല്ലാം വലിയ ഒരു സപ്പോർട്ടുണ്ട് ഈ മാജിക് മന്ത്ര സെഷൻ. അതുകൊണ്ടാണ് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വരുന്ന, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ഡിമാൻഡ് ചെയ്യുന്നത് മാജിക് മന്ത്ര സെഷൻസ് വേണം. അപ്പം നമ്മൾ ആ മാജിക് മന്ത്ര സെഷൻസ് കൊടുക്കുന്നതിലൂടെ അവർക്ക് 2 ബെനിഫിറ്റാണ്. ഒന്ന്, അവർക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അവർ പഠിക്കേണ്ട SCERT, NCERT കണ്ടൻറ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അവർ ഈ മാജിക് മന്ത്ര സെഷനിലൂടെ പഠിച്ചു മാറ്റുകയാണ്. ക്വസ്റ്റ്യൻ മേക്കേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാജിക് മന്ത്ര എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബേസ് ചെയ്തുകൊണ്ട് മാജിക് മന്ത്രയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മിസ് എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യമാണോ നൽകേണ്ടത്? നമ്മുടെ കയ്യിൽ 10 വിരലുണ്ട് അല്ലേ? അപ്പോൾ ആ ഓരോ വിരലും നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അനുസരിച്ചാണ് ഓരോ വിഷയങ്ങൾക്കും. ഇപ്പം സയൻസ് നല്ലപോലെ അറിയാവുന്ന കുട്ടിക്ക് GK അറിയണമെന്നില്ല, അതേപോലെ തന്നെ GK നല്ലപോലെ അറിയാവുന്ന കുട്ടിക്ക് കറണ്ട് അഫേഴ്സ് അറിയണമെന്നില്ല. അപ്പോൾ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തിലൂടെ പഠിച്ചാൽ മാത്രമേ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കുട്ടികൾ തമാശ രൂപേണ ചോദിക്കുന്ന ഒരു കമൻസ് ആണ്, ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളൊരു കാര്യം. അതെന്താണ് സംഭവം? അത് നമ്മൾ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, SCRT, NCRT, അതേപോലെ തന്നെ ആ ഒരു എല്ലാ ടാർജറ്റും ഉൾപ്പെടുത്തിയാണ് നമ്മൾ അവർക്ക് PDF നോട്ട്സ് ആയാലും ക്ലാസ്സസ് ആയാലും കൊടുക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന PDF നോട്ട് അതേപടി ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക്. ആ ഒരു ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത കുട്ടികളാണ് പറയുന്നത് അതേ സെയിം ചോദ്യം തന്നെ അവർക്ക് കിട്ടി, അവർക്കത് മൊത്തം അറ്റൻഡ് ചെയ്യാൻ പറ്റി, അവരെല്ലാം ഇപ്പോൾ റാങ്കിലുണ്ട്. അപ്പം അവരാണ് പറയുന്നത്, അത് ചുമ്മാ തമാശ രൂപേണ കുട്ടികൾ പറയുന്നതാണ്. മത്സര പരീക്ഷയിൽ ഒരിക്കലും അങ്ങനൊരു സത്യാവസ്ഥയില്ല. കാരണം അറിയാമല്ലോ, ഒരു മത്സര പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി, അത് KPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, മറ്റ് എന്തും ആയിക്കോട്ടെ, അപ്പം അത് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അല്ലെങ്കിൽ ചോർത്തിയെടുക്കുക അത് സത്യാവസ്ഥയല്ല. അതിന് നിജസ്ഥിതി ഇങ്ങനെയാണ്. നമ്മൾ മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കണ്ടൻറ്റും ആദ്യം ഒരു സിലബസ് ബേസ്ഡ് കണ്ടൻറ്റ് ആദ്യം നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടികൾ ആ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം പഠിച്ചു. അതിനുശേഷം തീർന്നിട്ടില്ല, ഇനി അടുത്തത് അല്ല, ഓരോ പണി കഴിയും തോറും അടുത്ത പുതിയ പണി തന്നുകൊണ്ടേ ഇരിക്കുക എന്ന് പറയത്തില്ലേ. അപ്പോൾ അതേപോലെ തന്നെ അവർ സിലബസ് ബേസ്ഡ് കണ്ടൻറ്റ് അവരിങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ തന്നെ അടുത്ത SCRT കണ്ടൻറ്റ് കൊടുക്കുക, അതിനുശേഷം NCRT കണ്ടൻറ്റ് കൊടുക്കുക. പല ഉദ്യോഗാർത്ഥികളും പറയുന്നത് തിരുമ്പ പണി തരാൻ ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണെന്ന് പറയുന്നൊരു വാക്യമുണ്ടല്ലോ. അപ്പോൾ അതേപോലെ അപ്പം എന്തായാലും അവരുടെ പരീക്ഷയ്ക്ക് മുമ്പ് അവരെ കൊണ്ട് നമ്മൾ എങ്ങനെയും പഠിപ്പിച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്, അവരെ കൊണ്ട് നമ്മൾ നോട്ട്സ് എഴുതിപ്പിക്കും, വീഡിയോ ക്ലാസ് കാണാൻ പറയും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറയും, മോക്ക് എക്സാം, ഡെയിലി എക്സാം കൂടാതെ നമ്മൾ വീക്കെൻഡിൽ മെഗാ എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ തന്നെ ഒരു ആഴ്ചയിൽ തന്നെ എത്ര എക്സാമായി. ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസം റെഗുലർ എക്സാം, ടാർഗറ്റ് എക്സാമും, വീക്കെൻഡിൽ ഒരു മെഗാ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ 6 എക്സാം ഒരാഴ്ചയിൽ ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. അപ്പോൾ തന്നെ 1 മാസമാകുമ്പോൾ എത്ര എക്സാമായി. അപ്പോൾ അങ്ങനെ എക്സാമിലൂടെ, വീഡിയോ ക്ലാസ്സിലൂടെ, ഈ പറഞ്ഞ മൈക്രോ നോട്ട്സിലൂടെ, മാജിക് മന്ത്ര സെഷൻസിലൂടെ ഒരു ഉദ്യോഗാർത്ഥിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അടിച്ചേൽപ്പിക്കുക. അവർ പോലും അറിയാതെ, നമ്മൾ പറയത്തില്ലേ, അവർ പോലും അറിയാതെ അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുവാണ് ഓരോ അറിവും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് പല ഉദ്യോഗാർത്ഥികളും ഇങ്ങനെ ഒരു പരീക്ഷ കഴിയുമ്പോൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾ ചോദ്യപേപ്പർ ചോർത്തിയതാണോ. അതെ തീർച്ചയായിട്ടും അവർ പഠിക്കുന്നത് കൊണ്ടാണ്. അവർ പഠിച്ചില്ല എങ്കിൽ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. അവരത് എല്ലാ നോട്ട്സും കൃത്യമായിട്ട് പഠിക്കുന്നു. ഇപ്പം 6000 ഉദ്യോഗാർത്ഥികളിലേക്ക് എത്താൻ പോകുന്നു ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ റിസൾട്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതിൻ്റെ റിസൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ കൊടുക്കുന്ന വർക്കാണ്. അപ്പം നമ്മൾ റിസൾട്ടിന് വേണ്ടിയല്ലല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. റിസൾട്ട് സംഭവിക്കും. നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ചെയ്താൽ റിസൾട്ട് ഹാപ്പൻ എന്നാണ് പറയുന്നത്, സംഭവിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും ഒന്നാലോചിച്ച് ഒരു ഉദ്യോഗാർത്ഥി നമ്മുടെ ബാച്ചിലേക്ക്, അല്ലെങ്കിൽ അത് ഫ്രീ ബാച്ചിലായിക്കോട്ടെ പെയ്ഡ് ബാച്ചിലായിക്കോട്ടെ, അവർ ജോയിൻ ചെയ്യുമ്പം ആദ്യം ഒരു സ്റ്റഡി പ്ലാൻ അവർ കാണുന്നു. ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള വീഡിയോ ക്ലാസ് കാണുന്നു, അത് റിവൈസ് ചെയ്യുന്നു, അത് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മളൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പം അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളത് പറയാം, നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് വരണം. ആ രീതി നമ്മൾ നേരിട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. അവരുമായിട്ടല്ല, അവരുടെ കോൺടാക്ട്സ് ഉണ്ട്, അവരുമായിട്ട് എപ്പോഴും ഇൻട്രാക്റ്റീവായിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് ഫുൾ സപ്പോർട്ടാണ്. അപ്പം ഫുള്ളായിട്ട് അവൈലബിൾ ആണ്. അവർക്ക് വേണ്ടി ഒരു ടീം തന്നെ അവൈലബിൾ ആണ് എല്ലായ്പ്പോഴും. അപ്പോൾ അത് അവർ പഠിച്ചേ പറ്റൂ. നമ്മൾ കമ്പൽസറി ആയിട്ട് പറയുന്നത്, നിങ്ങൾ കമ്പൽസറി ആയിട്ട് വീഡിയോ ക്ലാസ് കാണണം രാവിലെ 5 മണിക്ക്. ഇതൊരു ഡെയിലി റൊട്ടീനായിട്ട് അവരങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു ജിമ്മിൽ പോവുക, അപ്പോൾ എല്ലാ ദിവസവും അവരത് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അത് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും അവർ ചെയ്യുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ കൃത്യമായി പഠിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും വായിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, റിസൾട്ടായി മാറുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇപ്പോൾ ഒരാൾ റിസൾട്ട് ആവുകയാണെങ്കിൽ അവർ ഉടനെ എന്ത് ചെയ്യുകയാണ്, അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നു, ഷെയർ ചെയ്യുന്നു, എൻ്റെ വിജയം ഇന്നടത്തു നിന്നാണ്, അല്ലെങ്കിൽ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ നല്ല ക്ലാസ്സാണ്, മെറ്റീരിയൽസ് ഉണ്ട്, അവിടെ മാജിക് മന്ത്ര സെഷൻസ് കമ്പൽസറി ആയിട്ട് വായിക്കണം, നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പം നമ്മളെ പിടിച്ചിരുത്തി ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു ടീം വർക്ക് നമുക്കുള്ളത് കൊണ്ടാണ് ഈ റിസൾട്ട് ഇത്രയായത്. അതല്ല, അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ ഫ്രീ ബാച്ചിൽ ഏകദേശം ഫുൾ, അതായത് ജോയിൻ ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥികളും റിസൾട്ടായി. അതിനുശേഷം ഇങ്ങനെ റിസൾട്ടായി ഇപ്പോൾ ഏകദേശം 6000-ലോട്ട്. ഇപ്പം ഈ വർഷം തന്നെ നമ്മൾ 6000 ക്രോസ് ചെയ്യും, തന്നെ 7000-ലേക്ക് 8000-ലേക്ക്. അപ്പം അവസാന ആളും ജോലിയിൽ കയറണം. ഇതാണ് നമ്മുടെ ടീം വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അവസാന ആളും സർക്കാർ സർവീസിൽ കയറുക, അവർ പറയണം നമ്മുടെ എഫേർട്ട് ഇങ്ങനെയായിരുന്നു, അവരുടെ വാല്യൂ. നമ്മൾ ഓരോ ടീം മെമ്പേഴ്സും, അതിൽ മെൻറ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, PPT എക്സ്പേർട്ട് ഉണ്ട്. ഒരാളുടെയും അവരുടെ എല്ലാ എഫേർട്ടും വളരെ വലുതാണ്. ആ ഓരോ എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു. ആ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്ന 6000-ലധികം ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ട്. മൗത്ത് പബ്ലിസിറ്റി വലിയൊരു ഘടകമാണ്. നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ വരുന്നത് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്. അവർ ഫ്രണ്ട്സിനോട് പറയും, റിലേറ്റീവ്സിനോട് പറയും. ഒരു കുട്ടിക്ക് റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ളവർ ചോദിക്കും, നീ എവിടെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ നീ എവിടെ പോയാണ് പഠിച്ചതെന്ന് ഉറപ്പായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു ചോദ്യം ഉണ്ടല്ലോ,
ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ പോവുക, ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുക, അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലായാലും നമ്മൾ പോകുമ്പോൾ ഒരു ട്യൂട്ടോറിയൽ, നമ്മുടെ വീടിനടുത്തുള്ള ട്യൂട്ടറിൽ പോകുമ്പോൾ നമുക്ക് ഫുൾ A+ കിട്ടി, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി. അപ്പോൾ ഉടനെ പേരൻസ് ചോദിക്കും, നീ എവിടെ പഠിച്ചത്, അല്ലെങ്കിൽ ആ കുഞ്ഞ് എവിടെ പഠിച്ചത്. അപ്പോൾ ഉടനെ നമ്മൾ പറയും ഇന്നടുത്താണ് പഠിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു ഘടകമാണ്. ആ മൗത്ത് പബ്ലിസിറ്റി നമ്മുടെ റിസൾട്ടിൽ വലിയൊരു അളവിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ഒരാൾ റിസൾട്ട് വരുന്നു, ആ റിസൾട്ട് വരുമ്പം അവരവരുടെ ഫ്രണ്ട്സിനോട് പറയും, റിലേറ്റീവ്സിനോട് പറയും, റിലേറ്റീവ്സ് പല ആളുകളോടും പറയും. അങ്ങനെയില്ല ഒരു ചെയിൻ പോലെ ഇങ്ങനെ പോയിയാണ് പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നത്. അതിൽ വലിയൊരു ഘടകം സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഘടകമാണ്. പിന്നെ മൗത്ത് പബ്ലിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത് ചോദിച്ചത് നമ്മളുടെ കുട്ടികൾ എങ്ങനെ പരിഗണിക്കാം, ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ പരിഗണിക്കാമെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും മെൻറ്റേഴ്സ് ഉണ്ട്. നമ്മളുടെ ഓരോ ബാച്ചിലും നമുക്ക് 100-100-ലധികം ബാച്ചസ് ഉണ്ട്. ആ ഓരോ ബാച്ചസിലും മെൻറ്റേഴ്സ് ഉണ്ട്, 1:1 മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു മെൻറ്റേഴ്സിലൂടെ അവർക്ക് എപ്പോൾ വേണേലും കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം, അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണേലും ചോദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതിന് ആ മറുപടി ഉടനെ തന്നെ ഒരു ലീവ് പോലും ഇല്ലാതെ, നമ്മൾ പറഞ്ഞു ശനി ഞായർ ദിവസങ്ങൾ ഉൾപ്പെടെ അവർക്കൊരു ലീവ് പോലും ഇല്ലാതെ നമ്മുടെ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മെൻറ്റേഴ്സ് അവരെ പരിഗണിക്കുന്നുണ്ട്. അപ്പം അവർക്ക് എന്ത് സംശയമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ഡൗട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് അവരൊന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യാവട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നൊക്കെ തോന്നുമ്പം നമ്മുടെ മെൻറ്റേഴ്സ് ഉറപ്പായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ നമ്മളൊരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി, ഒരു ഹോസ്പിറ്റൽ കേസായി പോയി, അല്ലെങ്കിൽ ഒരു കല്യാണം, അതിൻ്റെ റിസപ്ഷൻ, അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ, XY എന്തൊരു സിറ്റുവേഷനായിട്ട് 2 ദിവസം 3 ദിവസം ആ ഒരു ലൈവായിട്ട് നിന്ന ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങ് മാറും. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 2 ദിവസം നമ്മളൊരു ആബ്സെൻ്റ് ആവുക, അല്ലെങ്കിൽ 2 ദിവസം നമ്മളൊന്നും പഠിച്ചില്ല, നമ്മളൊന്നും പഠിക്കാത്തൊരു ഫീലാവും. പക്ഷേ അക്കാഡമിക് പരീക്ഷ അങ്ങനെയല്ല. അക്കാഡമിക് പരീക്ഷ നമ്മൾ ഒരു മാസം കോളേജിൽ പോയിരുന്നില്ല, സ്കൂളിൽ പോയില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോപ്പർ ട്രാക്കിലാണ്. അപ്പോൾ ട്രാക്കിൽ നിന്ന് എപ്പോഴാണോ അവർക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്, എന്നുവെച്ചാൽ ഡീവിയേറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം കൊണ്ടല്ല, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോകും എന്നല്ല. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല മനുഷ്യരല്ലേ, മനുഷ്യർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും, വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും പ്രശ്നമാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പം ഇപ്പോൾ കുടുംബിനികളാണെങ്കിൽ വീട്ടിൽ കുട്ടികൾ കാണും, അപ്പോൾ അവർക്ക് ഫീവർ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പം അവരിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 1-to-1 മെൻറ്റർഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മെൻറ്റേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കും. ആ ഗൈഡൻസിലൂടെ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവരടുത്ത് പറയുകയാണ് ഇന്ന പോർഷൻ നിങ്ങൾ കവർ ചെയ്യണം. ഇപ്പോൾ തന്നെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഓരോരോ ട്രെൻഡുണ്ട്. 2025, 26 അങ്ങനെ ഓരോരോ വർഷം നമ്മൾ എടുക്കുമ്പം ഓരോ വർഷവും ചോദിക്കുന്നൊരു ട്രെൻഡിങ് ഏരിയ ഉണ്ട്. സംസ്ഥാന പുനഃസംഘടന എപ്പോഴും ചോദിക്കുന്ന GK പോർഷനിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സംസ്ഥാന പുനഃസംഘടന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കറണ്ട് അഫേഴ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോരോ മേഖലയുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ മെൻറ്റേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അവരെ മസ്റ്റായിട്ടും പഠിപ്പിച്ചിരിക്കണം. അവർക്ക് പഠിക്കാൻ പറ്റില്ല. ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പഠിക്കുക എന്നുള്ളതല്ല. ഒരു ദിവസം മിനിമം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അത് 2.5 മണിക്കൂറാക്കുക, 3 മണിക്കൂറാക്കുക. അതല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് 12 മണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല. അതും അവരുടെ ടൈമിനനുസരിച്ച്, അവർക്ക് എപ്പോഴാണോ കൺവിൻസ് ആവുന്നത് ആ ഒരു ടൈമിനനുസരിച്ച് അവർക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിഗണിക്കാൻ പറ്റും. ഒരു ബാച്ചിലെ 100 കുട്ടികളുണ്ടെങ്കിൽ 200 കുട്ടികളുണ്ടെങ്കിൽ 200 കുട്ടികളെ നമുക്ക് പരിഗണിക്കാൻ പറ്റും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻറ്റർഷിപ്പാണ്. ആ മെൻറ്റേഴ്സിനെ വളരെ വലിയൊരു എഫേർട്ടാണ് ഇടുന്നത്. അവരുടെ വാല്യൂ, അവരുടെ വലിയ ഒരു എഫേർട്ട്, ഒരു ഹാർഡ് വർക്ക് ഈ ഒരു കൂട്ടായ്മയുടെ വിജയത്തിന് പിന്നിലുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ബേസിക്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി ഒരു കുട്ടി 5 കാര്യങ്ങൾ ചെയ്താൽ മതി. അതിലൊന്നാമത്തെയാണ് സിലബസ്. നമ്മളിപ്പോൾ ഒരു എക്സാം നടക്കുകയാണ്, ആദ്യം തന്നെ നമ്മൾ എടുത്തു നോക്കുന്ന ഒരു സിലബസ് അല്ലേ. അപ്പോൾ ആ ഒരു സിലബസിനെ പറ്റി ഒരു കുട്ടിക്ക് നോളജ് വേണം. എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, ആ ഒരു അറിവ്, അതാണ് ആദ്യമായിട്ട് വേണ്ടത്. സിലബസ്. 2 ബേസ്. നമ്മൾ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സിലബസിലുള്ള കാര്യങ്ങളെ പറ്റി ഒരു ബേസ്, അതിനകത്ത് എന്തെല്ലാം ഉൾപ്പെടുത്തും, എങ്ങനെയെല്ലാം ആ ഒരു ചോദ്യം വരാം. ഇപ്പം മുതൽ ഇതിൻ്റെ മുൻകാല വർഷങ്ങളിൽ മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ആ ഒരു രീതിയിലുള്ള ബേസ് കാര്യങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞു, അതങ്ങ് അടച്ചു വെച്ചു, പുതിയത് പഠിക്കാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത വരത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവിഷൻ നടത്തണം.
ആ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾ റിവിഷൻ ചെയ്യുന്നു. അതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് കൂടാനുള്ള കാരണം. അപ്പം റിവിഷൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പുതിയതിലേക്ക് പോവാതെ ഇപ്പം മിക്ക കുട്ടികളും ചെയ്യുന്നത് പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് പുതിയതെടുത്ത് പഠിക്കാൻ ശ്രമിക്കും. ആ പുതിയതെടുത്ത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പം റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നാലാമത്തത് കൺസിസ്റ്റൻസി, സ്ഥിരത. ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കണം. ഒരാഴ്ച പഠിച്ചു, അടുത്ത ആഴ്ച പഠിച്ചില്ല, അല്ലെങ്കിൽ 2 ദിവസം പഠിച്ചു, 3-ാമത്തെ ദിവസം പഠിച്ചില്ല, അത് പെൻഡിങ് വെച്ചു, 4-ാമത്തെ ദിവസം പഠിച്ചു, 5-ാമത്തെ ദിവസം വീണ്ടും പെൻഡിങ് വെച്ചു. ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ അത് പരീക്ഷയിൽ നല്ല പോലെ എഫക്റ്റ് ചെയ്യും. ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത, നമുക്കറിയാം ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ ഒരു ദിവസം പോയാൽ പിന്നെ പിറ്റേ ദിവസം പോവില്ല, അതിനടുത്ത ദിവസം പോകും. അപ്പോൾ ആ 2-ാമത്തെ ദിവസം എന്താണോ പഠിപ്പിച്ചത് അത് അറിയില്ല, അല്ലെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അത്രയും ഭാഗങ്ങൾ അവർക്ക് പെൻഡിങ് ആണ്, അവരത് പിന്നീട് നോക്കുന്നില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി, എന്ത് ചെയ്താലും ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത നിലനിർത്തുക. ഏറ്റവും അവസാനം MCQ, 5-ാമത്തെയാണ് MCQ. MCQ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് സ്പീഡപ്പ് കിട്ടും. നമുക്കറിയാം ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ആവശ്യമുള്ളതാണ് സ്പീഡ്. അപ്പോൾ നമ്മൾ എത്രത്തോളം എക്സാം അറ്റൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് സ്പീഡ് കിട്ടും. ആ ഒരു MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, വീണ്ടും റിപ്പീറ്റഡ്. കറണ്ട് അഫയേഴ്സ് വെച്ച് ബാക്കി എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ MCQ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 5 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഉൾപ്പെടാൻ പറ്റും. മത്സര പരീക്ഷയിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു വെല്ലുവിളിയാണോ? ഉറപ്പായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസക്തി ഉണ്ട്, പ്രസക്തി ഇല്ലെന്ന് ചോദിച്ചാൽ പ്രസക്തി ഇല്ല. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ പ്രസ്താവന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്, അതൊരു ചോദ്യമാണ്, ഉത്തരം തിരുവനന്തപുരമാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആക്കുന്നത്? കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ടോപ്പിക്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഫാക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാല വർഷങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കണ്ടൻറ് അറിയണം. ഇപ്പോൾ കേരള ചരിത്രത്തിലെ എൻ്റെയർ മേഖല, സയൻസിലെ മുഴുവൻ മേഖല, നമുക്ക് അതിൻ്റെ ഒരു ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ, അതിൻ്റെ ഒരു കണ്ടൻറ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ഹാൻഡിൽ ചെയ്യാം. അതിന് ധാരാളം മെത്തേഡുകളുണ്ട്. എലിമിനേഷൻ ടെക്നിക്കുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുക, അപ്പോൾ 4 പ്രസ്താവനകൾ കാണുന്നു, അപ്പോൾ അതിൽ നമുക്ക് 100% ഉറപ്പുള്ള ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് കാണും. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ റിലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ A ആണെങ്കിൽ ഓപ്ഷൻ B, അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ A ശരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? ഓപ്ഷൻ A ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ശരിയായ മറ്റു ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ 1ഉം 2ഉം ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? കണ്ടൻറ് അറിയണം. മത്സര പരീക്ഷയിൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ? മത്സര പരീക്ഷയിൽ സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. കാരണം സപ്പോർട്ടിലൂടെ അതിജീവിച്ച വിജയം കൈവരിച്ച ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ടില്ലാതെ അവരുടെ ആ ഒരു ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്ന് അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ജോലി നേടി അല്ലെങ്കിൽ ഒരു വലിയ ഉയരങ്ങളിലെത്തിയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരു കുട്ടി, ആ കുട്ടി ഈ വട്ടം വിളിച്ച ദേവസ്വം ബോർഡ് എക്സാമിൻ്റെ എല്ലാം ആ കുട്ടിയുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം മറന്നുപോയി. അപ്പം നമ്മളെ വിളിച്ച് പറഞ്ഞു, നമ്മളതെല്ലാം റിക്കവർ ചെയ്ത് കൊടുത്തു. കുട്ടി കഷ്ടപ്പെട്ട് ആ ഒരു 3 മാസം ഇരുന്ന് പഠിച്ചു. ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കാൻ കൊടുത്തത്. പക്ഷേ ഹസ്ബൻഡ് അത് അയച്ചില്ല. ആ കുട്ടി അത് അറിയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഹോൾ ടിക്കറ്റ് എടുക്കാൻ നേരമാണ്. പിന്നെ ആ കുട്ടി വിളിച്ച് നമ്മളോട് ഒരുപാട് വിഷമം പറഞ്ഞു. കാരണം ആ കുട്ടി അത്രത്തോളം സ്ട്രെസ് എടുത്തത് പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടില്ലായ്മയാണ് ആ കുട്ടിക്ക് ആ ഒരു എക്സാം എഴുതാൻ പറ്റാത്തത്. പക്ഷേ സപ്പോർട്ട് കിട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഉണ്ട്. ഒരുപാട് കുട്ടികൾക്ക് സപ്പോർട്ട് കിട്ടുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പം ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്, അതിജീവിക്കുകയാണ്. അപ്പം അങ്ങനെ അതിജീവനത്തിൻ്റെയും കഥയുണ്ട്. ഒരുപാട് സങ്കടമാവുന്ന രീതിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത് വലിയൊരു കാര്യമാണ്. സപ്പോർട്ട് ഇല്ലാത്തവരും പക്ഷെ എന്ത് ചെയ്യണം? അതിജീവിക്കണം, ഒരു ജോലി വാങ്ങിക്കണം. ആ ഒരു സപ്പോർട്ട് ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ നിന്ന് കൊടുക്കണം. ഉറപ്പായിട്ടും നമ്മളത് നൽകും. ഏത് സമയമാണോ അങ്ങനെ ഒന്നുമില്ല, ഏത് സമയത്തും അവർക്ക് നമ്മളെ വിളിക്കാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കും. കാരണം അവർ നമുക്ക് തന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, അവസാന ആളും സർക്കാർ സർവീസിൽ കയറുന്നവരെ നമ്മൾ ഈ എഫേർട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഫുള്ള് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും,
നമ്മുടെ ടീച്ചേഴ്സ് വലിയൊരു എഫേർട്ടാണ് ഇടുന്നത്. ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, PPT എക്സ്പെർട്ട് എല്ലാം ഇടുന്ന എഫേർട്ട് വലുതാണ്. അവർക്ക് കൊടുക്കുന്ന വാല്യൂ നമ്മൾ വലിയ അളവിലാണ്. അവർ രാവിലെ 5 മണി മുതൽ ലൈവായിട്ട് നിൽക്കുന്നവരാണ്. രാത്രി 10 മണി വരെ അവർ ലൈവായിട്ട് നിൽക്കും. അപ്പം എന്ത് സംശയമുണ്ടോ അല്ലെങ്കിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് വേണം എന്ന് തോന്നുവാണെങ്കിൽ ഉടനെ അവർക്ക് വിളിക്കും. അവർ വിളിക്കും നമ്മൾ അവർക്ക് വേണ്ടുന്ന ആ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി നേരിടുന്ന ഒരു ചോദ്യമാണ് ജോലിയൊന്നും ആയില്ലേ എന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും ഫേസ് ചെയ്ത്, അപ്പം ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ജോലിയൊന്നും ആയില്ലേ. അപ്പം ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞ് ഇങ്ങോട്ട് പാസ് ഔട്ട് ആകുമ്പോഴേ നാട്ടുകാരിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന് വലിയൊരു സ്ട്രെസ്സാണ് നമ്മളിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന വലിയൊരു സ്ട്രെസ്സാണ് ജോലിയൊന്നും ആയില്ല. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ജോലിക്ക് വേണ്ടി ഉടനെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഒരു വലിയ റാങ്ക് ഫയൽ എടുക്കും. ആ റാങ്ക് ഫയൽ ഓരോ പേജ് തീർത്തുകൊണ്ടിരിക്കും. അതൊന്നും അല്ല വേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇന്നതാണ് സിലബസ്, ഇന്ന ട്രെൻഡിങ് ഏരിയ ഇതൊക്കെയാണ്, നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. 5ാം ക്ലാസ് മുതൽ, അപ്പം പല ഉദ്യോഗാർത്ഥികളുടെ ഒരു മനസ്സിലെ ധാരണ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT വായിക്കുമ്പം ഇതെല്ലാം കൊച്ചു കുട്ടികൾ വായിക്കുന്നതല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട്. കൊച്ചു കുട്ടികൾ വായിക്കുന്ന കാര്യം ഞാൻ ഡിഗ്രിക്കാരിയാണ്, ഞാൻ PG ഉള്ള ആളാണ്, ഞാൻ അത്രയും കണ്ടൻറ്റൊക്കെ വായിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫാൾസ് പ്രൈഡ് അവരുടെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതെല്ലാം നമ്മൾ മാറ്റും. നമ്മൾ പറയുന്നത് നിങ്ങൾ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഈ പറയുന്ന പല സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിജീവിക്കുക. അപ്പം ഇപ്പോൾ ഡിഗ്രി കഴിയുന്ന സമയത്ത് എന്നോട് പല ആളുകളും, എൻ്റെ റിലേറ്റീവ്സ്, നാട്ടുകാർ എല്ലാം ചോദിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ജോലിയൊന്നും ആയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഒരു ഇറലവൻ്റ് ആയിട്ട് മാറ്റുക. നമ്മളിപ്പോൾ തന്നെ ഇപ്പം ഒരു ആളുകളെ ക്ലാസിഫൈ ചെയ്യുമ്പം റിലവൻറ്റും ഉണ്ട്, ഇറലവൻറ്റും ഉണ്ട്. അപ്പോൾ ഈ ഇറലവൻറ്റ് പറയുന്ന ആളുകൾ, അതായത് നമ്മൾ ഈ പറയുന്ന ആളുകളെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പം നമുക്ക് പ്രാധാന്യം കൊടുക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അവരെ എന്ത് ചെയ്യുക? അവരുടെ വാക്കുകൾക്കും വാല്യൂ കൊടുക്കാതിരിക്കുക. നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് സർക്കാർ ജോലി കിട്ടി, നമുക്ക് അഡ്വൈസ് കിട്ടി, അതാണ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മറുപടി. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മൾ ചെയ്യുക. നമ്മളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് ചെയ്യുക. അത് എത്ര റിസ്ക് ആണെങ്കിലും ചെയ്യുക. നമുക്കിപ്പം ഒരുപാട് വീട്ടമ്മമാരുണ്ട് നമ്മുടെ ബാച്ചിൽ. അപ്പോൾ ആ വീട്ടമ്മമാരോടെല്ലാം നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം, ഇപ്പോൾ അവർക്ക് വീട്ടുജോലി ചെയ്യുന്നതിനൊരു വാല്യൂ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു ജോലി വാങ്ങുക, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് കുറച്ച് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വൈസ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. അപ്പം ഇൻഫ്ലുവൻസർ ടീമിൻ്റെ ആ ഒരു എഫേർട്ട് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും മുന്നോട്ടും നിങ്ങൾക്ക് ഇതിനെല്ലാം ഒരുപാട് പേരെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.